നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു കല്യാണവർമാവിൻ്റെ സാരാവലിയിലെ യോഗ വിഷയം. ഇവിടെ ദിഗ്രഹ യോഗങ്ങൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗങ്ങളാകുന്നു. ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ യോഗ കർത്താക്കളായി വരുന്ന ഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും വ്യാഴവും ശനിയുമാകുന്നു. ഇവിടെ 2 ശുഭഗ്രഹങ്ങളും 2 പാപഗ്രഹങ്ങളുമാണ് കേന്ദ്ര ഗ്രഹങ്ങളായി വരുന്നത്. സൂര്യനും ശനിയും പാപഗ്രഹങ്ങളും, വ്യാഴവും ചന്ദ്രനും ശുഭഗ്രഹങ്ങളുമാകുന്നു. നമുക്കാദ്യമായി ഈ യോഗത്തെ പറ്റി ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കുക. സാമയനേത്രസ്തീഷ്ണോ ബഹുസുതവിത്തോ വരാംഗന സുഭഗഃ ജീവാർക്കചന്ദ്ര സൗരൈഹി ഏകസ്ഥൈർജായതേ പുരുഷഃ. ഏകസ്ഥൈഹി ഒരുമിച്ച് നിൽക്കുന്ന, ഏകേ തിഷ്ഠതി ഇതി ഏകസ്ഥഃ ഒരുമിച്ച് നിൽക്കുന്ന ആൾ, ഏകസ്ഥൈഹി അപ്രകാരം ഒരുമിച്ച് നിൽക്കുന്ന ആരൊക്കെ? ജീവൻ, വ്യാഴം, അർക്കൻ, ആദിത്യൻ, ചന്ദ്രൻ, പിന്നീട് സൗരൈഹി സൂര്യസ്യ അപത്യം പുമാൻ, സൂര്യപുത്രൻ ശനി, ഏതേഹേ ഈ ഗ്രഹങ്ങളൊക്കെ തന്നെ ഒരു രാശിയിൽ വന്നാൽ അദ്ദേഹം ആരായി ഭവിക്കുമെന്നാണ് പറയുന്നത് ആചാര്യൻ. സാമയനേത്ര സാമയേ നേത്രേ യസ്യ സഹ. കണ്ണുകൾക്ക് രോഗം, നേത്രരോഗിയായിരിക്കും അയാൾ, ജനിക്കുന്ന വ്യക്തി തന്നെ. നേത്രങ്ങൾക്ക് വൈകല്യമോ നേത്രരോഗമോ ഉണ്ടാവുക. തീഷ്ണ സ്വഭാവം, വളരെ കഠിനമായ പെരുമാറ്റം സ്വഭാവത്തോടു കൂടി ആളായിരിക്കാം. പിന്നീട് ബഹുസുതവിത്ത, ധാരാളം മക്കളും ധനമുള്ള ആളായിരിക്കും, ധനികനാണ്, നല്ല സന്താന സൗഭാഗ്യമുള്ള വ്യക്തിയുമാണ്. പിന്നീട് വരാംഗനാ സുഭഗ, ശ്രേഷ്ഠയായ സ്ത്രീകളെ കൊണ്ട് സൗഭാഗ്യമുള്ള ആളാണ്. വളരെ ശ്രേഷ്ഠകളായ സ്ത്രീകളെ കൊണ്ട് സൗഭാഗ്യം അനുഭവിക്കുന്ന വ്യക്തിയുമായിരിക്കും ഇദ്ദേഹം. ഇപ്രകാരമുള്ളൊരു വ്യക്തിയാണ് ഈ ചതുർഗ്രഹ യോഗത്തിലൂടെ ഉണ്ടാകുന്ന മനുഷ്യനെന്നാണ് സാരാവലികാരൻ സമർത്ഥിക്കുന്നത്. നന്ദി, നമസ്തേ.